നമ്മുടെ ലൈഫിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് മനസ്സിൻ്റെ സമാധാനം. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടാൽ അവരുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അത് വല്ലാതെ ബാധിക്കും. ഒരിക്കലും നമുക്ക് സമാധാനം, മനസ്സിൻ്റെ സ്വസ്ഥത അല്ലെ ആ സമാധാനം നമുക്ക് ഒരു വില കൊടുത്തും വാങ്ങാൻ, എത്ര പണമുണ്ടെങ്കിലും നമുക്കൊരിക്കലും വാങ്ങാൻ പറ്റാത്തതും നമുക്ക് ലഭിക്കാത്തതുമായ ഒന്നാണ് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇന്ന് ഞാൻ ഈ ദൂതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരാജയത്തിനകത്തേക്ക് ആയിരിക്കുന്ന ആരെയോ നോക്കി ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ഈ വചനത്തെ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. 147 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനൊരു പദം പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന, അവരുടെ മുറിവുകളെ കെട്ടുന്ന നല്ലൊരു ഇടയൻ നമുക്കുണ്ട്. നമ്മുടെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ ആർക്കും ആ തകർച്ചയെ മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സ് തകർന്ന ആ സാഹചര്യത്തെ മാറ്റിത്തരാൻ ഒരു സാമ്പത്തികത്തിനോ, നമ്മുടെ സാഹചര്യങ്ങൾക്കോ, നമ്മുടെ കൂടെയുള്ളവർക്കോ, നമ്മുടെ കൂട്ടുകാർക്കോ, അല്ലെങ്കിൽ നമ്മൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ആർക്കും നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ, മനസ്സിൻ്റെ താളപ്പിഴ നശിച്ചു പോയാൽ അതിനെ തിരിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ മുറിവുകളെ കെട്ടി, നിന്റെ ഏത് സാഹചര്യത്തിലാണ് നീ തകർന്നു പോയത്, ഏത് സാഹചര്യമാണ് നിന്റെ മനസ്സ് മുറിവേറ്റിരിക്കുന്നത്, ആ സാഹചര്യത്തിന് അതിനെ മാറ്റി, ആ മുറിവിനെ കെട്ടി നിനക്ക് മനസ്സമാധാനത്തെ നൽകിത്തരുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മുറിഞ്ഞ അവസ്ഥയിലാണോ, തകർന്ന അവസ്ഥയിലാണോ, ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ പറയണം, ആമേൻ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില പ്രതികൂലത്തിനകത്തുകൂടെ, പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നു പോകുന്ന ആരോ എന്നെ കേൾക്കുന്നു. മനസ്സ് കൈവിട്ട് ആത്മഹത്യ അല്ലാതെ ഇനി മറ്റൊരു പ്രതിവിധിയില്ലെന്ന് ചിന്തിക്കുന്ന ഇന്ന് രാത്രി ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് മനസ്സമാധാനത്തെ നൽകിത്തരുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ദൂതിന് ആമേൻ പറയുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് മീതെ ദൈവം നിങ്ങളെ നടത്തും. ദൈവം നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ഒരിക്കലും തകർച്ചയ്ക്കകത്തേക്ക് നമ്മളെ കടത്തിവിടുന്നവനല്ല കർത്താവ്. അതുകൊണ്ടാണ് വചനത്തിന്റെ മറ്റൊരു ഭാഗം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമുക്ക് സമീപസ്ഥനായി ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കുന്ന, ഹൃദയം നുറുക്കത്തോടെ ഇരിക്കുന്ന നമ്മുടെ ആ സമീപസ്ഥ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്തിരുന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാത്രി ദൂതൻ ആമേൻ പറയുക, നിന്റെ മനസ്സിൻ്റെ തകർച്ചകളെ മാറ്റുവാൻ എനിക്കൊരു കർത്താവുണ്ട്. ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്തുനിന്ന് എന്നെ വിടുവിക്കുവാൻ എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പനിൽ വിശ്വസിക്കുക, നിങ്ങളുടെ മുറിവുകളെ കർത്താവ് കിട്ടും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദൂതൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു.